അങ്ങനെ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് 11 അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ അതിൻ്റെ അകത്ത് AI എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു സംഭവം വരാൻ പോകുന്നുണ്ട്. ഈ AI എക്സ്പ്ലോറർ വന്നിട്ടുണ്ടെങ്കിൽ AI വിൻഡോസിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ കമ്പ്യൂട്ടറായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന രീതി എന്നത് കംപ്ലീറ്റ്ലായിട്ട് മാറാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. ഇതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ഇത്രയും കാലമായിട്ട് PC യൂസ് ചെയ്യുമ്പോൾ മൗസ് വെച്ച് നമ്മൾ കൺട്രോൾ വെച്ചൊക്കെ ചെയ്യുന്നത് അതെല്ലാം ഇൻപുട്ട് കൊടുക്കുന്ന രീതികളൊക്കെ അതുപോലെ തന്നെ ഇരിക്കും. പക്ഷേ ഇത് നമ്മളുടെ ആക്സസിബിലിറ്റിനെ ഭയങ്കര നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ഫയൽസ് ആക്സസ് ചെയ്യുമ്പോഴും ഡേറ്റ ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് കിട്ടാനും ക്രിയേറ്റീവായിട്ട് കുറേ ഔട്ട്പുട്ട് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നിന്ന് എടുക്കണം. അതും പ്രത്യേകിച്ച് പല കാര്യങ്ങളും എക്സ്പെർട്ടീസ് ഇല്ലാതെ തന്നെ കുറേ കാര്യങ്ങൾ സാധാരണക്കാർക്കും വളരെ സിമ്പിളായിട്ടുള്ള കമാൻഡ്സ് വെച്ചും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തും ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് AI എക്സ്പ്ലോറർ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ കോപൈലറ്റ് എന്ന് പറഞ്ഞ ChatGPT പോലെയുള്ള ഒരു AI ടൂളിൻ്റെ ഒരു അഡ്വാൻസ് വേർഷൻ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ കോപൈലറ്റ് എന്താണെന്ന് പറയട്ടെ. നമുക്കറിയാവുന്ന പോലെ ChatGPT ആണ് ഇപ്പോൾ പോപ്പുലറായിട്ട് നല്ല ഒരു AI ടൂൾ ഉള്ളത്. ഈ ChatGPT എന്ന് പറയുന്ന ഈ പറയുന്ന ടൂള് ഇറക്കുന്നത് അതായത് ഉണ്ടാക്കുന്നത് OpenAI എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഈ OpenAI എന്ന് പറഞ്ഞ കമ്പനിയിൽ മൈക്രോസോഫ്റ്റ് $10 ബില്യൺ ഏകദേശം ജാനുവരി ഫെബ്രുവരി സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഈ OpenAI നമുക്ക് ആർക്കും എടുത്ത് വേണമെങ്കിലും മോഡിഫൈ ചെയ്ത് നമ്മുടെ തന്നെ ചാറ്റ് ബോട്ട് ഇറക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബലത്തിൽ അതായത് OpenAI തന്നെ മൈക്രോസോഫ്റ്റ് ബാക്ക് ചെയ്തുകൊണ്ട് മൈക്രോസോഫ്റ്റ് ഇതെടുത്തിട്ട് ഒരു ഗൂഗിളിൻ്റെ കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ ChatGPTയുടെ കോമ്പറ്റീറ്ററായിട്ട് ഒരു കോപൈലറ്റ് എന്ന് പറഞ്ഞ ഒരു AI ചാറ്റ് ടൂള് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കോപൈലറ്റ് ChatGPT യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപൈലറ്റ് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. copilot.microsoft.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ലൈവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബ്രൗസറിൽ. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ അല്ല ആപ്പ് സ്റ്റോറിൽ ചെയ്തിട്ട് ചെന്നിട്ട് കോപൈലറ്റിന് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരു ഹോട്ട്മെയിലോ MSN അക്കൗണ്ടോ അല്ലെങ്കിൽ ഈവൻ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സൈനപ്പ് ചെയ്തിട്ട് ഡേ 1 മുതൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ കോപൈലറ്റ് എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ഓണർഷിപ്പിലുള്ള ഗിറ്റ്ഹബിലുണ്ടായിരുന്ന കോപൈലറ്റ് യൂസേഴ്സിനെ കോഡ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പൈത്തണിലോ C# കോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഫൈനലി ആ കോഡ് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്യുന്നവരും നമ്മളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കോപൈലറ്റിൽ നമ്മളതൊരു കമാൻഡായിട്ട് കൊടുക്കണമെങ്കിൽ ആ കോഡ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു പകുതി കോഡ് ചെയ്തതിന് ശേഷം എനിക്ക് ഈ 2 വേരിയബിൾസിൻ്റെ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ബിയിലേക്ക് അസൈൻ ചെയ്തിട്ട് അത് വെച്ച് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു സംഭവം സാധാരണ രീതിയിൽ എനിക്ക് എൻ്റെ കോഡ് മൊത്തം ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്തെടുക്കുന്നതിന് വരും ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് സിമ്പിൾ ലാംഗ്വേജിൽ അതിന് കമാൻഡ് പ്രോംപ്റ്റ് കൊടുക്കണമെങ്കിൽ അതിന് പ്രോംപ്റ്റ് കൊടുക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കോഡ് ജനറേറ്റ് ചെയ്ത് വരും. അതുകൂടാതെ അതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള 3-4 കോഡ് ഓപ്ഷൻസും തരും. അപ്പോൾ നമുക്ക് ഈ കോഡ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ മോഡിഫൈ അതേപടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ചെറിയ ഓൾട്ടർനേഷനൊക്കെ ചെയ്തിട്ട് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് കോഡിങ്ങിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ആദ്യമായിട്ടുള്ള കോപൈലറ്റ് വന്നത് ഗിറ്റ്ഹബിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ഇതുപോലെ തന്നെ ChatGPT പോലെ തന്നെ ഒരു ചാറ്റ് ടൂളും കോപൈലറ്റിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി മൈക്രോസോഫ്റ്റ് അടുത്ത ലെവലിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന കോപൈലറ്റ് വിൻഡോസിലേക്ക് ആഡ് ചെയ്യണതാണ്. വിൻഡോസിൽ ഒരു AI എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ ഫീച്ചറായിട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമ്മളെങ്ങനെ ആക്സസ് ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫയൽ നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കൊടൈക്കനാൽ പോലത്തെ അവിടെ ഒരു ബോട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ഫോണിലെടുത്തിട്ട് തിരിച്ച് വന്നിട്ട് വിൻഡോസിലേക്ക് എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എന്ത് പേരിലാണ് സേവ് ചെയ്തതെന്ന് എനിക്ക് ഓർക്കുന്നില്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ റീസെൻസിൽ കയറി നോക്കാം. പക്ഷേ ഈ ഫയൽ നെയിം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഈ AI എക്സ്പ്ലോറർ ഉണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് അതിനകത്തൊരു കമാൻഡ് അടിച്ചു കൊടുത്താൽ മതി. ഞാൻ റീസെൻ്റ്ലി നോക്കിയ ഒരു വീഡിയോയുടെ അകത്ത് ഒരു ഹിൽ സ്റ്റേഷനിൽ ബോട്ടിങ് ചെയ്യുന്ന ഒരു വീഡിയോ കമ്പ്യൂട്ടറിലുണ്ട്, അത് കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞാൽ ബേസിക്കലി ആ AI എക്സ്പ്ലോറർ ആ ഫയൽ എടുത്ത് തരും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഞാൻ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പാട്ട് കമ്പ്യൂട്ടറിൽ വെച്ച് കേട്ട പാട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നമ്മുടെ ഫേവറേറ്റ് സോങ് ഏതാണെന്ന് അതിൻ്റെ അകത്ത് എടുത്ത് തരും. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു വേർഡ് ഡോക്യുമെൻറ്റ് സേവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമായിട്ടൊരു 10 വേർഡ് ഡോക്യുമെൻറ്റ് സേവ് ചെയ്തു എന്തെങ്കിലും റാൻഡം പേരിൽ. പക്ഷേ എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ വേർഡ് ഡോക്യുമെൻറ്റ് കണ്ടുപിടിക്കണം. അതായത് അതിൻ്റെ അകത്ത് ഞാനൊരു ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് ചെയ്ത് ഒരു സെയിൽസ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വേർഡ് ഡോക്യുമെൻറ്റിന് ഓരോന്നായിട്ട് തുറന്നു നോക്കുന്നതിന് പകരം ജസ്റ്റ് ഞാനൊരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ഞാൻ റീസെൻ്റ്ലി ആക്സസ് ചെയ്ത വേർഡ് ഡോക്യുമെൻറ്റ് അതിൻ്റെ അകത്ത് ഫെബ്രുവരി മന്തിൻ്റെ അല്ലെങ്കിൽ ഓഗസ്റ്റ് മന്തിലെ സെയിൽസ് റിപ്പോർട്ടിൻ്റെ ഒരു ചാർട്ടുള്ള ഒരു വേർഡ് ഡോക്യുമെൻറ്റ് എടുത്തു തരാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ AI എക്സ്പ്ലോറർ തന്നെ അതിൻ്റെ അകത്തുള്ള എല്ലാ വേർഡ് ഡോക്യുമെൻറ്റ്സിൻ്റെ അകത്തുനിന്ന് നോക്കിയിട്ട് ഈ ഒരു പറയുന്ന വേർഡ് ഡോക്യുമെൻറ്റ് കറക്റ്റായിട്ട് എടുത്തു തരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ വളരെ ചെറിയ രീതിയിലുള്ള ഇതുപോലത്തെ ഫീച്ചേഴ്സൊക്കെ നമ്മളിപ്പോൾ ഐഫോണിൻ്റെ ഗാലറിയിലും ഐഫോണിൻ്റെ ഫോട്ടോസിൻ്റെ അകത്തും അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിലും ഐഫോണിൻ്റെ ഗാലറിയിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ഗൂഗിൾ ഡ്രൈവിലൊക്കെ ചെറിയ പോലെ ഇതുപോലത്തെ ഫീച്ചേഴ്സൊക്കെ കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് AI എക്സ്പ്ലോററായിട്ട് ഇനി വിൻഡോസിൽ വരാൻ പോകുന്നത്.
പക്ഷേ ഈ ഒരു കാര്യം വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ ഒരുപാട് കാര്യം PC ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ടൂള് ഇനി കോമ്പീറ്റ് ചെയ്യാൻ പോണത് ഗൂഗിളിൻ്റെ ജെമിനായി ആയിട്ടാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ChatGPT ആദ്യം വന്നു, പിന്നെ ഗൂഗിൾ ജെമിനായി വന്നു, പിന്നെ അതുപോലെ കോപ്പൈലറ്റ് വന്നു. ഈ 3 ടൂൾസാണ് തമ്മിൽ കമ്പീറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 3 ടൂൾസ് അത്ര പെർഫെക്റ്റ് ആണെന്നും പറയാൻ പറ്റില്ല. ഇതിന് ചെറിയ രീതിയിലുള്ള ഫ്ലോസ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ജെമിനായി ഓടിപ്പിടിച്ച് പെട്ടെന്ന് ഇറക്കിയോണ്ട് തന്നെ ഇപ്പോൾ ഒരു പോപ്പിൻ്റെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇമേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫീമെയിലിനെ പോപ്പായിട്ടൊക്കെ ജനറേറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ അതിൻ്റെ അത് പറ്റുന്നുണ്ട്. പക്ഷേ ഇതൊരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ടൂൾസാണ് ഇത് 3 എന്ന് പറയാൻ പറ്റില്ല. അത് ഇതിൻ്റെ ഇവോൾവിങ് സ്റ്റേജിലാണ്. പക്ഷേ ഇതിൻ്റെ കേപ്പബിലിറ്റിയും ഇതിൻ്റെ പവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കേപ്പബിലിറ്റിയൊക്കെ ഒരു എക്സ്ട്രീം ലെവലാണ്. നമ്മൾ ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്, അതുപോലെ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ ഡേ ടു ഡേ ടാസ്ക് ചെയ്യാനും അതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇത് നല്ല രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ കോപ്പൈലറ്റ് വരുന്ന തന്നെ 3 തരത്തിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ്, പ്രിസൈസ്, ബാലൻസ്ഡ്, ഇങ്ങനെ 3 മോഡിലാണ് കോപ്പൈലറ്റ് വരുന്നത്. അപ്പോൾ ഈ കോപ്പൈലറ്റിൻ്റെ ആപ്പ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ക്രിയേറ്റീവ് മോഡിലിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പുതുതായിട്ടൊരു AI ജനറേറ്റഡ് ഇമേജ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ എൻ്റെ ഒരു കമ്പനിക്ക് പുതിയൊരു ലോഗോ വേണം. അപ്പോൾ അതിന് വേണമെങ്കിൽ എനിക്ക് ക്രിയേറ്റീവ് മോഡിൽ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഇന്ന കളേഴ്സുള്ള ഇന്ന പേരുള്ള കമ്പനിക്ക് ഇന്ന സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുള്ള ഒരു ലോഗോ എന്ന് പറഞ്ഞാൽ വളരെ ക്രിയേറ്റീവായിട്ട് ഇതുവരെ ഇല്ലാത്ത ഭയങ്കര ഒരു എക്സ്ട്രാordinary ഒരു ക്രിയേറ്റീവ് സംഭവം നമുക്ക് ഒരു ഇമേജ് ഉണ്ടാക്കി അല്ലെങ്കിൽ ലോഗോ ഉണ്ടാക്കി തരും. അതേസമയം എനിക്ക് കുറച്ചുകൂടി ഫാക്ച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് അന്വേഷിക്കണമെന്ന്. ഇപ്പോൾ സയൻസ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യം ഞാനൊരു അസൈൻമെൻറ്റ് ചെയ്യണതാണ് അല്ലെങ്കിൽ ഞാനൊരു പ്രോജക്റ്റിൻ്റെ റിസർച്ച് ചെയ്യണതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്കിത് മാറിയിട്ട് ബാലൻസ് എന്നുള്ള മോഡിൽ നിന്ന് അല്ലെങ്കിൽ ക്രിയേറ്റീവ് മോഡിൽ നിന്ന് പറഞ്ഞിട്ട് പ്രിസൈസ് മോഡിലേക്ക് ഇട്ടിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ദ എക്സിസ്റ്റിംഗ് ഫാക്ച്വൽ എവിഡൻസസ് വെച്ച് അതിനുള്ള ഡീറ്റെയിൽസ് എന്ന് നോക്കിയിട്ട് ഒരു കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി മാറ്റി വെച്ചിട്ട് പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും അതിൻ്റെ അകത്തുനിന്ന്. അതുകൂടാതെ ഇതിൻ്റെ രണ്ടിൻ്റെ ബാലൻസ് വേണമെന്നുണ്ടെങ്കിൽ ബാലൻസ് മോഡിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിലൊക്കെ പല മോഡുണ്ടല്ലോ, ഇക്കണോമി, വാർപ്പ് എന്നൊക്കെ പറഞ്ഞ മോഡുള്ള പോലെ ഇതിൻ്റെ അത് പ്രിസൈസ്, ബാലൻസ്ഡ്, അതുപോലെ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള മോഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസേഴ്സിന് ഈ പറഞ്ഞ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാതെ ഔട്ട്പുട്ട് ഭയങ്കര യൂസ്ലെസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വരാതെ കുറച്ചും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഔട്ട്പുട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊന്നും നിങ്ങൾ AI ടൂൾസ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ മേ ബി അത് 1 or 2 years ഇത് AI ടൂൾസ് എല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കും. ആദ്യം ടച്ച് സ്ക്രീൻ സ്മാർട്ട് ഫോൺസ് വന്നപ്പോൾ ഒരുപാട് പേര് എനിക്ക് ഫീച്ചർ ഫോൺ മതി, ഞാൻ സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചവരുണ്ട്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ AI എന്ന് പറഞ്ഞത് റിയാലിറ്റിയാണ്. AI എന്ന് പറഞ്ഞ സംഭവം ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ എല്ലാവരും ഉപയോഗിക്കേണ്ടതായിരിക്കും. അല്ലെങ്കിൽ ഉപയോഗിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഔട്ടായി പോകും. അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. അപ്പോൾ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ ChatGPT ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പൈലറ്റിൻ്റെ ആപ്പ് സ്റ്റോറിൽ നിന്ന്, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതുപോലത്തെ ഇപ്പോൾ നിങ്ങൾ AI ടൂൾസ് ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന AI എക്സ്പ്ലോറർ ഫീച്ചർ മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ വരുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അത് നിങ്ങളുടെ ഡേ ടു ഡേ ടാസ്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ വിതിൻ 24 hours റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോപ്പൈലറ്റിനെ കുറിച്ചുള്ള, ChatGPT കുറിച്ചുള്ള, ഗൂഗിൾ ജെമിനായി എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.